എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോക്ക് സ്വാഗതമുണ്ട്. ഇന്ന് നമ്മുടെ ന്യൂ മോഡൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ട് സ്വിഫ്റ്റിന്റെ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. ഇത് ബേസ് മോഡൽ ആയിട്ടുള്ള വണ്ടിയാണ്. മിറർ ഫോൾഡിങ് ചെയ്യാനായിട്ട് വന്നതാണ്. അപ്പോ നമ്മൾ ചെയ്യുന്ന മിറർ ഫോൾഡിങ് മാരുതിയുടെ ഒറിജിനൽ ആയിട്ട് വരുന്ന പാർട്സ് ആണ്. ഇതിൽ ഡോർ പേഡിൽ ഫിറ്റ്മെന്റ് ചെയ്യാൻ ആ ഒരു കമ്പനി വരുന്ന സ്വിച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഫുൾ ഹൗസിൽ വരുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ റിമോട്ടിൽ ലോക്ക് ചെയ്യുമ്പോൾ ഫോൾഡിങ് ആവണതും അതേപോലെ അൺഫോൾഡ് ആവണ ടൈപ്പ് തന്നെയാണ് നമ്മൾ സെറ്റ് ചെയ്യണേ. അപ്പൊ അതിന്റെ വയറിംഗ് കിറ്റ് കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ നമ്മളെ വീഡിയോക്ക് പോവാം. അപ്പൊ അതിനു മുമ്പ് നമ്മളെ ചാനലിലെ വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കിയിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ പറ്റുകയാണെങ്കിൽ നമ്മളെ ചാനൽ ഒന്ന് ഫോളോ ചെയ്തോളൂ കേട്ടോ. അപ്പൊ എന്നിട്ട് നമുക്ക് ഈ ഒരു സ്വിഫ്റ്റിന്റെ ആ ഒരു മിറർ ഫോൾഡിങ്ങിന്റെ വീഡിയോക്ക് പോവാം. വർക്ക് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 2 ഡോർ പേഡ് അയച്ചിട്ടുണ്ട്. ഡോർ പേഡ് അയച്ചാലാണ് നമുക്ക് മിറർ ഫിറ്റ്മെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിൽ കമ്പനി വന്ന ആ ഒരു മിറർ കാണിച്ചു തരാം. ബേസ് മോഡൽ വണ്ടിയിൽ വരുന്നത് കേട്ടോ. ഇത് കണ്ടില്ലേ, ഈ ഒരു ടൈപ്പ് മിററാണ് ഈ ഒരു വണ്ടിയിൽ വന്നിട്ടുള്ളത്. ഇതിൽ ഇൻഡിക്കേഷനോ ഓട്ടോ ഫോൾഡിങ്ങോ ഒന്നുമില്ല. നോർമൽ ടൈപ്പ് കൈ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന ടൈപ്പ് തന്നെയാണ് കേട്ടോ. നമുക്ക് മാനുവലായിട്ട് ഇവിടെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോ ആ ടൈപ്പ് മിററാണ് ഇതിൽ വന്നിട്ടുള്ളത്. ചെയ്യണ മിറർ നമ്മളിത് ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇരുചിന്താട്ട് ഒറിജിനലായിട്ട് വരുന്ന ആ മിറർ കാര്യങ്ങളൊക്കെ ഇത് ഫ്രോൺസിനും അതേപോലെ തന്നെ ബലേനയ്ക്കും വാഗണറിനൊക്കെ സെയിം തന്നെയാണ്. അതിന്റെ ഫിറ്റ്മെന്റിന്റെ ഏരിയ മാത്രമാണ് ചെറിയൊരു വ്യത്യാസം കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് സ്വിഫ്റ്റിന്റെ ബലേനയ്ക്കും ബലേനയുടെ ഫ്രോൺസിനും ഷൂട്ട് ആവാത്തത്. അപ്പോ അപ്പുറത്തെ സൈഡും ഫിറ്റ്മെന്റ് ചെയ്തിട്ടുണ്ട്. വേറെ നമുക്ക് ഓൾട്രേഷൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കണ്ടില്ലേ, പ്രോപ്പർ ഫിറ്റ്മെന്റ് തന്നെയായിരിക്കും. ഒറിജിനൽ മിറർ ആയതുകൊണ്ട് സെപ്പറേറ്റ് ആഫ്റ്റർ മാർക്കറ്റ് മിററൊക്കെ വെക്കുമ്പോഴാണ് ചെറിയ ഓൾട്രേഷൻ കാര്യങ്ങളൊക്കെ വരാറുള്ളത്. പക്ഷെ ഇതിപ്പോ ഒറിജിനൽ മിറർ ആയതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ വയറിംഗ് കിറ്റൊക്കെ നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പുറത്തെ ഡോറിൽ വയറിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് തന്നെ ആ ഒരു ഓട്ടോ ഫോൾഡിങ്ങിന്റെ കിറ്റ് സെപ്പറേറ്റ് വരുന്നത്. അപ്പൊ അത് ആഫ്റ്റർ മാർക്കറ്റ് ആണ്. അത് വന്നിട്ട് നേരെ ഈ ഒരു ഡോറിന്റെ ഉള്ളിലേക്ക് വരണം. അപ്പൊ അതില് സ്ലീവ് ആയിരുന്നു വരില്ല. സെപ്പറേറ്റ് ഒരു ജസ്റ്റ് ഒരു വയേഴ്സ് മാത്രമാണ് വരുന്നത്. അപ്പൊ അതില് നമ്മള് സ്ലീവ് ഒക്കെ ഇട്ട് കവർ ചെയ്തിട്ട് എങ്ങനെയാണ് കമ്പനി വയറിംഗ് ഒക്കെ വരുന്നത്, അതായത് ഉള്ളിൽ കൂടെ ഒതുക്കി കാര്യങ്ങളൊക്കെ വലിച്ച് ഈ ഡോറിന്റെ ഇവിടെ എത്തിക്കണം. അപ്പൊ അതുകൊണ്ടാണ് ടൈം എടുത്തിട്ട് ചെയ്യണത് കേട്ടോ. ഞാനിത് വയറിംഗ് ഇറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത് മിറർ ഫോൾഡിങ്ങിന്റെ ഒരു സെപ്പറേറ്റ് വരുന്ന ആഫ്റ്റർ മാർക്കറ്റ് വയറിംഗ് കാര്യങ്ങളൊക്കെ. അപ്പൊ ഇതില് നമുക്ക് സ്ലീവ് ഒന്നും വരുന്നില്ല. നമ്മൾ സെപ്പറേറ്റ് തന്നെ എല്ലാം ഇടേണ്ടി വരും. അല്ലാണ്ട് ഈ ടൈപ്പ് വലിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എങ്ങാനും ഇളകുമ്പോൾ ഒരഞ്ഞ് പൊട്ടൽ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഷോർട്ട് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതേപോലത്തെ ഫ്ലെക്സിബിൾ സ്ലീവ് ഇട്ടിട്ട് ഫുള്ള് കവർ ചെയ്യും. അപ്പൊ ഇതേപോലെ സ്ലീവ് ഒക്കെ ഇടുമ്പോൾ ഇത്തിരി ടൈം പോവും. പക്ഷെ ടൈം പോയാലും സംഭവം കളറായിട്ട് വൃത്തിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ടൈപ്പിൽ നമ്മൾ ചെയ്യുന്നുള്ളൂ. അപ്പൊ ഈ ഒരു ഏരിയയിലേക്ക് വലിച്ച വയറും കണ്ടില്ലേ, കറക്റ്റ് സ്ലീവ് ഒക്കെ ഇട്ടിട്ട് നമ്മളിത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന്റെ ഇടയിൽ കൂടെ കണ്ടില്ലേ ഒരു സ്ലീവ് ഇട്ടു. സെപ്പറേറ്റ് 2 ഫ്യൂസ് വെച്ചിട്ടുണ്ട്. ഒന്ന് കീ ഓൺ കണക്ഷന്റെയും അതുപോലെ തന്നെ ഒന്ന് ഡയറക്റ്റ് കണക്ഷന്റെയും. അപ്പൊ അതിന്റെ ഫ്യൂസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വയറിങ് കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു കവറും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ പരിപാടി കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു മാരുതിയുടെ ജെന്യൂൻ പാർട്സ് ആയതുകൊണ്ട് തന്നെ വേറെ കംപ്ലൈൻസ് വരുന്നുണ്ടാവില്ല. നമ്മൾ ചെയ്യുന്നതും പ്രോപ്പർ ആയിട്ടുള്ള രീതിയിലുള്ള വയറിങ് കാര്യങ്ങളൊക്കെയാണ്. എവിടേക്കാണ് എങ്ങനെയൊക്കെയാണ് കൊടുക്കുന്നതിനുള്ള കറക്റ്റ് രീതിയിലാണ്. ഇതിപ്പോൾ ഓട്ടോ ഫോൾഡിങ് മിറർ അടക്കമാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ സ്വിച്ച് കാര്യങ്ങളൊക്കെ ജെന്യൂൻ ആയിട്ട് വരുന്നതായിട്ടാണ്. നമ്മൾ വേറെ ഓൾട്രേഷൻ കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യേണ്ട. ഞാൻ ഡോർ പേഡ് ഒന്ന് കാണിച്ചു തരാം. കണ്ടില്ലേ, ഈ ഒരു ലുക്കിലുള്ള കറക്റ്റ് നമ്മൾ ആ ഒരു ZXയിൽ വരുന്ന ആ ഒരു സെയിം സ്വിച്ച് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള അതിന്റെ ഓപ്ഷൻ കാര്യങ്ങളൊക്കെ ഈ ഒരു സംഭവത്തിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പക്ക വർക്കിംഗ് ആണ്. ഞാൻ വേണമെങ്കിൽ മിറർ അഡ്ജസ്റ്റ് ചെയ്ത് ജസ്റ്റ് കാണിച്ചു തരാം. കീ ഓൺ ചെയ്ത ശേഷം നമുക്ക് ആ ഒരു നോബ് ജോയിസ്റ്റിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് തന്നെ അതൊരു ലാഗും കൂടാണ്ട് തന്നെ അത് സാധനം വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഓട്ടോ ഫോൾഡിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു ZXയിൽ വരുന്ന എങ്ങനെയാണ് അതേപോലെ തന്നെ നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തെങ്കിലും വർക്ക് ഡീറ്റെയിൽ ഒക്കെ അറിയണമെങ്കിൽ ഈ ഒരു നമ്പറിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾ ഏതെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ, അതേപോലെ പുതിയ സ്വിഫ്റ്റ് ഒക്കെ എടുത്ത ആൾക്കാർ, ബലേനോ ഫ്രോൺസ് ഒക്കെ എടുത്ത ആൾക്കാർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതേപോലത്തെ മിറർ ഫോൾഡിങ് ചെയ്യാനുള്ള താല്പര്യമുള്ള ആൾക്കാർക്ക് ജസ്റ്റ് ഒന്ന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ ഇത്രയ്ക്ക് തന്നെയുള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോ കാണാം.